നമ്മുടെ ദിലീപേട്ടൻ നായകനാവുന്ന പുതിയ ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് ഭ ഭ ഭ അഥവാ ഭയഭക്തി ബഹുമാനം. സിനിമ നിർമ്മിക്കുന്നത് ശ്രീ ഗോകുലം സിനിമാസാണ്. സിനിമയുടെ സ്റ്റോറി ഇപ്പോൾ ലീക്കായിട്ടുണ്ട്. സിനിമ ഒരു ടൈം ട്രാവൽ ജോണറിൽ പെടുന്ന സിനിമ എന്നൊക്കെയാണ് പറയുന്നത്. ഒരു എക്സ്റ്റൻഡ് ക്യാമറ റോളിൽ നമ്മൾ ലാലേട്ടനും കൂടെ വരുന്നുണ്ട്. ഒരു മാത്സ് സയൻറ്റിസ്റ്റ് അബദ്ധത്തിൽ ഒരു ടൈം മെഷീൻ കണ്ടുപിടിക്കുകയും അതൊരു സൈക്കോ പോലീസുകാരൻ മനസ്സിലാക്കുകയും അത് കൈക്കലാക്കി ടൈമിനെ ഇങ്ങനെ വളച്ചൊടിക്കുന്ന പരിപാടിയൊക്കെയാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ സിനിമയുടെ പ്രവർത്തകർ അത് അങ്ങനത്തെ സ്റ്റോറിയല്ല, ഒരു ചെറിയ പരിപാടിയാണെന്ന് ഒഫീഷ്യലി പുറത്ത് പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ സിനിമയുടെ ടൈറ്റിൽ കാർഡെല്ലാം കണ്ടിട്ട് അങ്ങനെയൊന്നുമല്ല, ഒരു ചെറിയ ടൈം മെഷീൻ സെറ്റപ്പ് ഉണ്ടെന്നാണ് തോന്നുന്നത്. കാരണം ഗില്ലിയിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു വണ്ടി ഈ സിനിമയിൽ വരാനും അങ്ങനെ ചെറിയൊരു കലാപരിപാടി എന്തോ ഒപ്പിക്കുന്നതാണെന്ന് തോന്നുന്നത്. നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു ദിലീപേട്ടൻ ചിത്രം കൂടിയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് സിനിമയിൽ ഇരിക്കില്ല. സൂര്യ നായകനാക്കി ആർ.ജെ. ബാലാജി സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമയാണ് സൂര്യ 45. സിനിമയുടെ ഏകദേശം കംപ്ലീറ്റ് വർക്കെല്ലാം കഴിയാറായി. ഇനി കുറച്ച് പാച്ച് വർക്കേഴ്സ് മാത്രമേ ബാക്കിയുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ സൂര്യണ്ണൻ എപ്പോഴാണ് ഇനി വാടിവാസലിലേക്ക് കയറുന്നത്? സൂര്യ ഫാൻസ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് നിൽക്കുന്ന ഒരു സിനിമയും കൂടിയാണ് വാടിവാസൽ. ഇപ്പോൾ വേറൊരു കൺഫർമേഷൻ വന്നിരിക്കുകയാണ്. ഏകദേശം നമ്മുടെ കാന്താര സിനിമയുടെ 2ാം ഭാഗവും ഈ സൂര്യ 45 ഒരു ക്ലാഷ് റിലീസിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സത്യമായിട്ട് പറയുവാണ്, ഞാൻ അപ്ഡേറ്റ് പറയാൻ വിട്ടുപോയതാണ്. നമ്മുടെ ലാലേട്ടൻ നായകനായ തുടരും സിനിമയുടെ OTT റിലീസ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഈ വരുന്ന മാസം അവസാനം 30-ാം തീയതിയാണ് സിനിമ ഒഫീഷ്യൽ OTT റിലീസ് നടത്താൻ പോകുന്നത്. സത്യമായിട്ടും ഞാൻ വിട്ടുപോയതാണ്, എല്ലാവരും ക്ഷമിച്ചേക്കണേ. നെൽസൺ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ സിനിമയാണ് രജനികാന്ത് നായകനായ ജയിലർ സിനിമയുടെ 2ാം ഭാഗം. സിനിമയിൽ നിന്നും ഒരു ചെറിയൊരു അപ്ഡേറ്റ് പുറത്ത് വന്നിട്ടുണ്ട്. സിനിമയിൽ ഒരു പ്രധാന വേഷത്തിൽ നമ്മുടെ സന്താനം കൂടി എത്തുന്നുണ്ട്. എന്തോ പുള്ളിക്കാരൻ ഇപ്പോൾ നല്ല രീതിയിൽ പടങ്ങൾ കിട്ടുന്നതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ സെലക്ട് ചെയ്യുന്നു പുള്ളിക്കാരൻ. പുള്ളി എന്തോ ഒരു നോർമൽ ആക്ടറിൽ നിന്ന് ഒരു സ്റ്റാർ പദവിയിലേക്ക് കയറുവാണെന്ന് തോന്നുന്നു. ഇതിന് മുന്നേ കുറേ കാസ്റ്റിംഗ് അപ്ഡേറ്റ് വന്നതാണ്. നമ്മുടെ ബാലയ്യ സിനിമയിൽ അഭിനയിക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. എന്തരാവോ എന്തോ. അവഞ്ചേഴ്സ് ഡൂംസ്ഡേ നമ്മുടെ മാർവൽ സിനിമാസ് എന്തോ വലിയൊരു പദ്ധതി ഒപ്പിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നത്. കാരണം ഡൂംസ്ഡേ സിനിമ ഒരു നോർമൽ സിനിമ പോലെ ആയിരിക്കില്ല. കൂടുതൽ ഹീറോസ് ഇതിൽ മരിക്കുമെന്നൊക്കെയാണ് അപ്ഡേറ്റ് പറയുന്നത്. ഒരു R-rated ആയിട്ടുള്ള ഒരു ഡോക്ടർ ഡൂമിനെ ഈ സിനിമയിൽ കാണാൻ പറ്റുമെന്നൊക്കെയാണ് പറയുന്നത്. ഒരു വേറെ ലെവൽ എക്സ്പീരിയൻസ് ഒക്കെയാണ് പറയുന്നത്.